എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മൂമ്മ കല്യാണം കഴിച്ച് വരുമ്പോൾ ബാനർജി റോഡ് ഒരു തോടാണ്, കംപ്ലീറ്റ് തോടാണ്, പാലാരിവട്ടം വരെ തോടാണ്. പിന്നെ ബാനർജി എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വാസ് അപ്പോയിന്റഡ് ബൈ കൊച്ചി മഹാരാജാവ്. അദ്ദേഹമാണ് അതൊരു റോഡാക്കിയത്. അപ്പൊ ആ റോഡ് എന്ന് പറയുന്നത് ടാർഡ് റോഡൊന്നും അല്ല, വെറുതെ ഒരു പൊടി എന്താ പറയാ, കൽപ്പൊടി റോഡ്. ഇറ്റ് വാസ് ലൈക്ക് എ വില്ലേജ്, പീസ്ഫുൾ. ആൻഡ് ദർ വാസ് എ ബോട്ട് ജെട്ടി. ബോൾഗാട്ടിയിലേക്ക് എപ്പോഴും വഞ്ചിക്കാവും, ഇങ്ങനെ വലിയ ബോട്ട് സർവീസ് ഒന്നും അന്നില്ല. പിന്നെ ഒരു ബസ് എറണാകുളം നോർത്തിൽ നിന്ന് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി വരെ പോകുമായിരുന്നു, ഒരു ബസ്. അതേ ബസ് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ആ ബസിന്റെ പേര് പയനിയർ മോട്ടോർ വർക്ക്സ് എന്നൊക്കെയായിരുന്നു. ഇതൊക്കെ വൈകാരിയാണ് ഓർക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിന്റെ പാട്ട് കമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും. കമ്പോസിഷൻ എന്ന് പറയുന്നത് വേറെ പരിപാടിയാണല്ലോ, അതിലേക്ക് എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ വരുന്നത് എനിക്ക് അറിഞ്ഞൂടെ, എങ്ങനെ വന്നു ഇതറിയണമല്ലോ, അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി അറിയാതെ കമ്പോസിഷൻ. അതാണ് ടെക്നിക്കാലിറ്റി എന്ന് പറഞ്ഞത്. വെൻ യു ലേൺ എ സോങ് യു ഓൾസോ അനലൈസ് ദി സോങ്. ഓ പല്ലവി ഇവിടെ നിന്ന് ഇവിടം വരെ, സാറ്റ് പാവരെ പല്ലവിയുടെ നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചരണം എന്ന് പറയുമ്പോൾ ഈ പാട്ടു സാമൂൾ മേൽ സയ അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ഇതൊക്കെ മനസ്സിലാക്കും. അപ്പൊ നമ്മളോട് ഒരു പാട്ടുണ്ടാക്കാൻ പറയുമ്പോൾ ഈ അൺകോൺഷ്യസ്ലി ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കും. അത് വൺ തിങ് യു ഷുഡ് റിയലൈസ്, വെൻ വി ഡു എനി വർക്ക് യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ ഡൂയിങ് ഇറ്റ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ ഇപ്പൊ അവിടെ തലയും കുത്തി നിൽക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചത് നടക്കില്ലല്ലോ. അപ്പോൾ വെൻ യു ഡു എ ജോബ് യു ആർ നോട്ട് അവെയർ ഓഫ് എനിത്തിങ് എൽസ്, യു ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. അപ്പൊ ആരെങ്കിലും ചോദ്യം എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, അതേ പറയാൻ പറ്റുള്ളൂ.